യെസ്, അപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഇറാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പറയുന്നത്. യെസ്, ഹോർമുസ് കടലിടുക്ക് തുറക്കാനോ പുതിയ കരാർ ഒപ്പിടാനോ ഇറാൻ തയ്യാറാകണമെന്ന മുന്നറിയിപ്പ്. അല്ലെങ്കിൽ ഇറാനിലെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ബുധനാഴ്ച പുലർച്ചെയോടെ തകർക്കുമെന്നും ട്രംപിന്റെ ഭീഷണി. അതിനിടെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ട്രംപ് ആലോചിക്കുന്നതായി യു എസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസിൽ കപ്പലുകളുടെ സുഗമ യാത്ര സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് UN രക്ഷാസമിതിയിലെ ബഹ്റൈൻ പ്രമേയത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. MCA നാസർ വിശദാംശങ്ങളുമായി ദുബൈയിൽ നിന്ന്. MCA, അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു തലത്തിലൂടെ യുദ്ധം കടന്നു പോകുന്നു. ട്രംപിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്, ഒറ്റ രാത്രി മതി ഞങ്ങൾക്ക് ഇറാനെ മുച്ചൂടും നശിപ്പിക്കാൻ എന്ന ഈ മുന്നറിയിപ്പിനെ എങ്ങനെ എടുക്കണം? ഇറാൻ അതിന്റെ പ്രതികരണം എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ട്രംപാണ് നിരന്തരമായിട്ട് പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആ പ്രതികരണങ്ങൾ തന്നെ വിരുദ്ധമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പല ഘട്ടങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസാനം നൽകിയിരിക്കുന്ന സമയപരിധി ഇന്ന് രാത്രി തീരുമെന്നാണ് ഇപ്പോൾ ട്രംപ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. ആ സമയപരിധി ഇനിയും നീട്ടുമോ എന്ന കാര്യം ഇപ്പോൾ പോലും വ്യക്തമല്ല. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ആ സമയപരിധി അവസാനിച്ചാൽ ഉടൻ പാലങ്ങളും വൈദ്യുത കേന്ദ്രങ്ങളും പൂർണ്ണമായി തന്നെ തകർക്കും എന്നൊരു മുന്നറിയിപ്പിൽ തന്നെയാണ് ട്രംപ് നിലനിൽക്കുന്നത്. പക്ഷെ അതേസമയം അമേരിക്കൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്, കാരണം ഇനിയുള്ള അടുത്ത ഘട്ടം എന്നത് ഒരു കരയുദ്ധത്തിലേക്ക് അമേരിക്ക പ്രവേശിക്കേണ്ടി വരും. അതിനെതിരായിട്ടുള്ള വലിയ വികാരം അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ പോലും വലിയ എതിർപ്പുണ്ട്. കാരണം ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് പോയാൽ നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ തിരിച്ചടിയാകും. അതോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിൽ എണ്ണവില വലിയ തോതിൽ ഉയർന്ന ഒരു സാഹചര്യം ജനങ്ങളെ എതിരാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു മാന്യമായ ഒത്തുതീർപ്പിന് ട്രംപ് തയ്യാറാകണമെന്ന് റിപ്പബ്ലിക്കൻ വിഭാഗം പോലും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ ഒരു സമ്മർദ്ദ സാഹചര്യം നിലനിൽക്കെ ട്രംപ് ഏത് തീരുമാനം കൈക്കൊള്ളും എന്നത് നിർണായകമാണ്. ഇന്നത്തെ ദിവസം പലതുകൊണ്ടും നിർണായകമായിരിക്കും. കാരണം രാത്രിയോടുകൂടി ഈ സമയപരിധി അവസാനിക്കുകയാണ്. തുടർന്ന് ഈ പാലങ്ങളും വൈദ്യുത കേന്ദ്രങ്ങളും തകർക്കുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലെ വൈദ്യുത കേന്ദ്രങ്ങൾക്കെതിരെയും ജല ശുദ്ധീകരണ കേന്ദ്രങ്ങൾക്കെതിരെയും അതിശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും നേരത്തെ മുതൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് യുദ്ധത്തെ കൂടുതൽ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി, അതോടൊപ്പം തന്നെ ചൈന, റഷ്യ തിരക്കിട്ട ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്കോ ഒരു വെടിനിർത്തലിലേക്കോ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വളരെ വിരളമായി മാറിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. സൈഫുദ്ദീൻ.